അൻവറിന്റെ ക്ഷമിക്കണം, ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിലേക്ക് കോൺഗ്രസ് എത്തിയോന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നത് വരെ ഞാൻ വിശ്വസിക്കില്ല. അതൊരു വാർത്തയായിട്ട് അവിടെ നിൽക്കട്ടെ. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, അതവിടെ നിൽക്കട്ടെ. ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് എപ്പോൾ പ്രഖ്യാപിക്കുന്നു അപ്പോൾ മാത്രമേ ആര്യാടൻ ഷൗക്കത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഈ കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും നിലമ്പൂരില് അവരുടെ വിജയം സുനിശ്ചിതമാണെന്ന് പറയാൻ കാരണം LDF ബാനറിൽ വിജയിച്ച ഒരാള് LDF നിറയെ അഴിമതിയാണെന്ന് പറഞ്ഞ് MLA സ്ഥാനം വലിച്ചെറിഞ്ഞ ഒരു ശൂന്യത അവിടെ ഉണ്ടായി. അങ്ങനെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധതയാണ്. ഗവൺമെന്റ് അഴിമതിയാണ്, ഗവൺമെന്റിന് മൊത്തം അഴിമതിയാണ് എന്ന് പറഞ്ഞ് രാജിവെച്ച MLA ആണ് PV അൻവർ. അപ്പൊ ആ PV അൻവറിനെ ചൊല്ലിയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത്. അൻവർ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് അൻവറുടെ രാഷ്ട്രീയമാണ്. UDF സംബന്ധിച്ച് 2021 സാഹചര്യം എന്തായിരുന്നു? UDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, LDF സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു, BDJ സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ UDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, LDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അവിടെ അൻവറിന്റെ നിലപാട് UDF അനുകൂലമാണെങ്കിൽ അത്രയും നല്ലത്. പ്രതികൂലമാകാനുള്ള സാധ്യതയില്ല. കാരണം അൻവർ രാജിവെച്ച് വന്നത് LDF അഴിമതിച്ചുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് LDF സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം BJP അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നുമില്ല. BJP സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അപ്പോൾ അൻവർ സ്വന്തമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ അവിടെ UDF അതുവഴി UDF പരാജയപ്പെടുകയാണെങ്കിൽ, കാരണം അൻവറിന് സ്വാധീനമുള്ള മണ്ഡലമാണ് നിലമ്പൂർ, അതോടെ അൻവർ ഇതുവരെ പറഞ്ഞതെല്ലാം ജനങ്ങൾക്ക് വിശ്വാസമില്ലാതാകും. അവരുടെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും അവിടെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അൻവർ അദ്ദേഹം തൽക്കാലം വേണമെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചേക്കാം, അതിനുശേഷം വീണ്ടും അതിലൊന്ന് ചർച്ച നടത്തി പിൻവലിപ്പിച്ചേക്കാം. അതൊക്കെ രാഷ്ട്രീയത്തിലെ കളികളാണ്. പക്ഷെ എന്തായാലും UDF അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുമെന്നാണ് വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. KPCCയുടെ എറണാകുളത്ത് അവിടെ ജയ്ഹിന്ദ് സമ്മേളനം നടക്കുന്നത് കൊണ്ട് അവിടെ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊരു തീരുമാനമെടുത്തു. ആ തീരുമാന പ്രകാരം ആര്യാടൻ ഷൗക്കത്തിനെ ആണ് എന്ന് വാർത്തകളിൽ കാണുന്നു. അത് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്ന് കേൾക്കുന്നു. ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യം. ആര്യാടൻ ഷൗക്കത്താണെങ്കിലും VS ജോയി ആണെങ്കിലും നിലമ്പൂരില് ഒരു UDF സ്ഥാനാർത്ഥി എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. അതിൽ ആര് വരുന്നു എന്നുള്ളത് പ്രസക്തമുള്ള കാര്യമല്ല. ഗവൺമെന്റ് വിരുദ്ധ വികാരത്തെ അൻവർ വഴിതിരിച്ചു വിടുമോ എന്ന് മാത്രമേ നോക്കേണ്ടതായിട്ടുള്ളൂ. അൻവർ അങ്ങനെ ഗവൺമെന്റ് വിരുദ്ധ വികാരത്തെ വഴിതിരിച്ചു വിടുകയാണെങ്കിൽ അത് ചേർക്കരയിൽ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്? അവിടെ UDF തോറ്റു. അൻവറിന് UDFന്റെ തോട്ടത്തിന്റെ ഘടകമാകാൻ പോലും അൻവറിന്റെ സ്ഥാനാർത്ഥി NK സുധീറിന് സാധിച്ചില്ല. നിസ്സാര വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പാലക്കാട്ട് അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥിയാണെങ്കിൽ പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ അൻവറിന്റെ രാഷ്ട്രീയമൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അൻവർ അത് മനസ്സിലാക്കിക്കൊണ്ട് വിവേകപൂർവ്വം പെരുമാറും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ അൻവർ ഇവിടെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് UDFന് അനായാസ ജയം സ്വന്തമാക്കാൻ സാധിക്കുമോ? അതൊരു വെല്ലുവിളി തന്നെ ആകില്ലേ? UDFന് അനായാസ വിജയം എന്നുള്ളതിന് ഒരു തടസ്സമായിട്ട് വരുന്നുള്ളത് ഉറപ്പാണ്. കാരണം അൻവറിന് അവിടെ സ്വാധീനം ഉള്ള ഒരാളാണ് അൻവർ. അപ്പൊ 1000 വോട്ടോ 2000 ഒക്കെ വോട്ടിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ വോട്ടുകളാണ്. പക്ഷേ അൻവർ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ധരിക്കാൻ പറ്റില്ല. കാരണം അൻവറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പിണറായിസത്തിനെതിരായ, മരുമകനിസത്തിനെതിരായ രാഷ്ട്രീയം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അവിടെ അതിനെതിരെ മത്സരിക്കുന്ന പ്രമുഖ മുന്നണിയായ UDFനെ എതിരെ അൻവർ നിർത്തിയതിന്റെ അർത്ഥം എന്താ? വോട്ട് ഭിന്നിപ്പിച്ചിട്ട് എതിരാളി ജയിപ്പിക്കാന്നുള്ളതല്ലേ? അതിനെ ആ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ അൻവർ കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അൻവർ വിലപേശി നിൽക്കും. കാരണം രാഷ്ട്രീയ വിലപേശില് ഒരു ഘടകമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം വിലപേശും. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കാം, അദ്ദേഹം നിഷ്പക്ഷത പാലിച്ചേക്കാം, മനസാക്ഷി വോട്ട് പ്രഖ്യാപിച്ചേക്കാം. ഇതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതൊക്കെ കാത്തിരുന്ന് സ്ഥിരം പല്ലവി മാത്രമേ എനിക്കും പറയാനുള്ളൂ. പക്ഷെ UDF അവരുടെ സ്ഥാനാർത്ഥിയെ ഇന്ന് നാളെ പ്രഖ്യാപിക്കും, യാതൊരു സംശയമില്ല. അത് ആര്യാടൻ ഷൗക്കത്താണോ അതോ ജോയി ആണെന്നുള്ളത് ഹൈക്കമാൻഡ് പറയും. ആര്യാടൻ ഷൗക്കത്താണെന്നുള്ള വാർത്തകളിൽ കാണുന്നു. അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ പൂർണ്ണമായും വിശ്വസിക്കണമെങ്കിൽ APCC ഹൈക്കമാൻഡ് AICC അത് പുറത്തേക്ക് വിടണം.
അതോടൊപ്പം തന്നെ അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് UDF ഈ ഒരു ഘട്ടത്തിൽ കടക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണല്ലോ UDF പ്രവേശനം നൽകാത്തത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, തങ്ങളുടെ അണികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട് എന്നുള്ള തരത്തിൽ അൻവർ തന്നെ പ്രതികരിച്ചിരുന്നു. അത്തരത്തിൽ വയ്ക്കുന്ന ഒരു ഡിമാൻഡ് അത് UDF പ്രവേശനമായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ UDFന്റെ നിലപാട് എങ്ങനെയാകും? അല്ല, UDF അൻവറിനെ എന്തായാലും അനുനയിപ്പിക്കാൻ ശ്രമിക്കുമല്ലോ. കാരണം അൻവറിന്റെ നിലപാട് ആന്റി LDF ആണ്, UDFന്റെ നിലപാട് അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അൻവറിനെ UDF അവര് സംസാരിക്കും, അതൊക്കെ ശരി തന്നെയാണ്, ആ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അൻവർ അദ്ദേഹം എനിക്ക് തോന്നുന്നത് UDFന്റെ ഒപ്പം നിൽക്കും. അല്ലാണ്ട് ആ വർഷമൊക്കെ പറയും അതുപോലെ തന്നെ എന്തെങ്കിലും അദ്ദേഹത്തിന് ഇപ്പൊ UDF മുന്നണി ഘടകകക്ഷിയായിട്ട് പ്രവേശനം കിട്ടണം. അടുത്ത തവണ അൻവർ മത്സരിക്കുമ്പോൾ അൻവർ ജയിച്ചു കഴിഞ്ഞാൽ അൻവറിനെ മന്ത്രിയാക്കാമെന്നൊക്കെ ഒരു എന്താ പറയാ വാഗ്ദാനമൊക്കെ UDFന് വേണേൽ കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതൊക്കെ നമുക്ക് പുറത്തറിയാതെയുള്ള ചർച്ചകളും ചർച്ചകളൊക്കെ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പം അതൊക്കെ എങ്ങോട്ടാണെന്ന് നമുക്ക് അറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും UDF അവിടെ സ്ഥാനാർത്ഥിക്കും, അൻവറിന് അവരെ എതിർക്കാം, അനുകൂലിക്കാം, അത്രേ ഉള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.